നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്താവിശേഷങ്ങളിൽ ചിലത് അറിയാം. 7th ഡേ അപ്ഡേറ്റ്സിൽ. വേഗം ആയിക്കോട്ടെ. ആ PV അൻവറിന്റെ കഥയൊക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്തോ. ജനം തടിച്ചുകൂടിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ADGPക്കുമെതിരെ ആവർത്തിച്ച് ആരോപണം ഉന്നയിച്ച് PV അൻവർ. പിന്നീട് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് PV അൻവർ പറഞ്ഞിരിക്കുകയാണ്. സർവേക്ക് തീരുമാനമായി. ആദ്യത്തെ ഗുമ്മ ചെറുതായിട്ടൊന്നും ഇല്ലാതായി പോയിരിക്കുകയാണല്ലോ. ബാക്കി കളികളൊന്ന് കാണണം. മലപ്പുറം പരാമർശം ഉൾപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖം വിവാദം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖം വന്നത് ഡൽഹിയിലെ PR ഏജൻസി വഴിയെന്ന് ദ ഹിന്ദു. ഏതോ ഏജൻസിയുടെ ആളിടയ്ക്ക് വന്നത് അത്രേ, അല്ലാതെ ശരിക്കുള്ള PR അല്ല എന്നല്ലേ അവസാനം മുഖ്യൻ പറഞ്ഞത്. അർജുന്റെ ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ. കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുകയാണ് അയാൾ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു. അർജുനെ കാണാതായ ശേഷമാണ് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി നിരന്തരമായി വീഡിയോസ് ഇടുന്നതത്രേ. അതേസമയം ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് മനാഫ് രംഗത്തെത്തി. എന്താ ഇപ്പൊ ഇതിന് പറയണ്ടേ? മനാഫിന്റെ ചാനലിനെ പറ്റി ഇപ്പൊ 4 ആൾ അറിഞ്ഞു. സബ്സ്ക്രൈബേഴ്സ് 2 ലക്ഷം കടന്നു. അർജുന്റെ കുടുംബം നടത്തിയ വിമർശനങ്ങളോട് ഈശ്വർ മാൽപ്പയും പ്രതികരിച്ചു. താൻ ചെയ്തത് എന്തെന്ന് ദൈവത്തിനറിയാം, കണ്ടു നിന്നവർക്കും അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ ഞങ്ങൾക്കും പറയാൻ കഴിയൂ. തൃശൂർ പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ പ്രമാണം. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് ഹൈക്കോടതിയിലേക്ക്. കാരിച്ചാലിനെ വിജയിയാക്കിയതിൽ കളക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഈ കൊല്ലം നെഹ്റു ട്രോഫിക്ക് മൊത്തത്തിൽ ഹൈപ്പ് ഒന്ന് കൂടി വരുമായിരുന്നു. ഇപ്പൊ ശരിക്കും ബോട്ടും കിട്ടി ഐലസ. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ട് എന്ന പ്രശ്നം കോടതിയിൽ എത്തിയതോടെ അതിനെന്ത് തെളിവെന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം. നാണക്കേട്. തെളിവില്ലാണ്ടാണോ ഈ പൊല്ലാപ്പനൊക്കെ പോയേ? ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. BJPയും കോൺഗ്രസും നേർക്കുനേർ പോരാടുന്ന സംസ്ഥാനമാണിത്. നടക്കട്ടെ, അവര് രാഹുലിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമെന്നൊന്ന് കാണണം. തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രിയായി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ചുമതലയേറ്റു. മൊത്തത്തിൽ എന്തൊക്കെയോ ചിന്ന ചേഞ്ചസ്. കൂടുതലൊന്നും മലയാളികൾ തമിഴ്നാടിനെ പറ്റി പറയാ ചെയ്യണ്ടല്ലോ. സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് തടഞ്ഞു. ഇപ്പൊ പൊങ്ങാം, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുങ്ങാം. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സ്പോർട്സ് വല്ല മാച്ചും നടപ്പുണ്ടോ ഇപ്പോ? വനിതാ T20 ലോകകപ്പ് ആരംഭിച്ചു. ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ടീം. ഇന്ത്യ ഇനി ജയിക്കും. ക്രിക്കറ്റാലോ കപ്പേതാ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.